ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളുണ്ട്. അത്തരത്തിലൊരു നിമിഷമായിട്ടാണ് ഞാൻ ഈ നിമിഷത്തെ കാണുന്നത്. 1987 കലാലയ ജീവിതത്തിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഒരിക്കലും രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയവും വന്നു എന്ന് മാത്രം. അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളോടൊപ്പം സഞ്ചരിക്കുക, ആ ആശയങ്ങൾക്ക് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് ഒരു ശീലമായിരുന്നു. അങ്ങനെ വളരെ യാദൃശ്ചികമായി ഈ തവണ 2026 തിരുവനന്തപുരം സെൻട്രലിൽ പൊതു സ്ഥാനാർത്ഥിയായി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൗതുകത്തോടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് വളരെ കൗതുകത്തോടെയും ഒരുപക്ഷെ മാറി നിന്ന് വിമർശിക്കാൻ പറ്റുമെങ്കിൽ വിമർശിക്കാമെന്ന മനസ്സോടെയും വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വീക്ഷിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എല്ലാം ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു പ്രവർത്തനമാണ് LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നത്. അത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും ബാക്കി PWDയുടെ ആയാലും എല്ലാവരുടെയും ഒരു ഒത്തുകൂടുന്ന ഒരു പ്രവർത്തനമായി കഴിഞ്ഞ മാസം 30-ാം തീയതി ഞാൻ വയനാട് കൽപ്പറ്റയിൽ പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം തോന്നി. നമ്മളുടെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രവർത്തനമായി കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 8 മാസമോ അതിൽ കൂടുതലോ മഴ പെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അത്തരത്തിലുള്ളൊരു സംസ്ഥാനത്ത് ഭൂദുരന്തങ്ങൾ ഉണ്ടാകാം, ആർക്കും നമുക്ക് പലപ്പോഴും തടയാൻ കഴിയില്ല. അതുണ്ടാകുമ്പോൾ അതിന് വിമർശിക്കുകയോ അതിന് കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ, അത് രാഷ്ട്രീയപരമായി അത് ഉപയോഗിക്കാൻ നോക്കാതെ, അതിനോടൊപ്പം 1.5 വർഷത്തിനകം നമ്മളുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആഭ്യന്തര വകുപ്പും അതുപോലെ PWD ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒത്തുകൂടി ചെയ്ത ഒരു പ്രവർത്തനം, 178ഓളം സമുച്ചയങ്ങൾ, കെട്ടിടങ്ങൾ, വീടുകൾ നിർമ്മിച്ച് നൽകുകയും അതിനോടൊപ്പം തന്നെ മറ്റു കെട്ടിടങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ കഴിഞ്ഞു. ഏറ്റവും സ്വസ്ഥമായ ജീവിതം കാണാൻ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും പണ്ടൊക്കെ പറയാറുണ്ട്, ഭക്ഷണമാണ്, പാർപ്പിടമാണ്, വസ്ത്രമാണ് എന്നൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതിനേക്കാളേറെയൊക്കെ ഏറ്റവും ഒരു മനുഷ്യന് ആവശ്യം സ്വസ്ഥമായ ഒരു ജീവിതമാണ്. സ്വസ്ഥമായ ജീവിതം എന്ന് പറയുമ്പോൾ ഒന്നിനെയും പേടിക്കാതെ അവനെ വിശ്വസിക്കുവാനും തൊട്ടടുത്തുള്ളവരെ വിശ്വസിക്കുവാനും ഉള്ള ഒരവസരം ലഭിക്കുക. അതിനുവേണ്ടി കഴിഞ്ഞ ഒരു 10 വർഷം LDFൻ്റെ കഴിഞ്ഞു എന്നതാണ്.